ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 10 ഈച്ച് കേരീസ് 1 സ്കോർ. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്ലസ് ടു എക്കണോമിക്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഫുൾ ഇതിന് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പല കുട്ടികളും ഇംഗ്ലീഷിലൊന്ന് ആൻസർ ചെയ്തു തരുമെന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ ചാനൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വളരെ ലോ ലെവലായിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളെ പാസ്സാക്കി എടുക്കുന്ന രീതിയിലാണ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എങ്ങനെയെങ്കിലും കുട്ടികളെ പാസ്സാക്കി എടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ കഴിയുന്ന രീതിയിൽ ഇതിന് ആൻസർ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പബ്ലിക് എക്സാമിനോ ഇതിൽ എന്തായാലും 60-70 മാർക്കിന് ക്വസ്റ്റ്യൻ തീർച്ചയായും ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി ഡൊമസ്റ്റിക് കൺട്രി മേ സെൽസ് ഗുഡ്സ് ടു ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഈസ് കാൾഡ്. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് അല്ലെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, അതിന് നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുക, അതിന് നമ്മൾ എന്താണ് പറയുക? ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ട്, എക്സ്പോർട്ട് ആൻഡ് നെറ്റ് ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയാണ്. ഇവിടെ എന്താണ് ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും? എക്സ്പോർട്ട് അഥവാ കയറ്റുമതി, എക്സ്പോർട്ട്. ഒന്നാമത്തെ ആൻസർ സി. ക്വസ്റ്റ്യൻ 2, ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് മൈക്രോ എക്കണോമിക്സിൽ. അതിൽ ചോദിച്ചിട്ടുള്ളത് ഡിമാൻഡ് കർവ് ഏത് ഷേപ്പ് ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോ കോമ്പറ്റീഷൻ ആണ്. ദർ ആർ സോ മെനി പ്രൊഡ്യൂസേഴ്സ് ഓർ ഫേംസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദ അല്ലേ? അവിടെ നമുക്ക് ഒരുപാട് ഉൽപ്പാദകരെയും ഉപഭോക്താക്കളെയും കാണാൻ സാധിക്കും. നോ കോമ്പറ്റീഷൻ എന്നാണ്. അവർ തമ്മിൽ ഒരിക്കലും ഒരു പരസ്പരം മത്സരമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഡിമാൻഡ് കർവ്? ഏതായിരിക്കും? ഒറിസോണ്ടൽ ഡിമാൻഡ് കർവാണ്. അതായത് തിരശ്ചീന ചോദനവക്രം ഓർ ഒറിസോണ്ടൽ ഡിമാൻഡ് കർവ്. അവിടെ ഒരു വിലയിൽ ഒരു പ്രൈസ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് ഇൻഫിനിറ്റി ആയിട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒറിസോണ്ടൽ ഡിമാൻഡ് കർവ് എന്ന് പറയാൻ കാരണം. ക്വസ്റ്റ്യൻ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ലീനിയർ ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവ് പ്രധാനമായിട്ടും 5 ടൈപ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ദർ ആർ 5 ടൈപ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ഡിമാൻഡ് കർവും ഓരോ ഷേപ്പ് ആയിരിക്കും അല്ലേ? ദർ ആർ 5 ടൈപ്സ്. 1, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ED equal to 0. Next, ED equal to infinity. Next, ED equal to 1. AD equal to less than 1. ED equal to more than 1. അങ്ങനെ 5 ടൈപ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ED equal to 1 ആണ്. അതായത് ഈക്വൽ ടു 1. 4th ക്വസ്റ്റ്യൻ, അറ്റ് ദി ബ്രേക്ക് ഇവൻ പോയിന്റ് നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ് അല്ലേ? അങ്ങനെയുള്ള ഏതായിരിക്കും ചോദിച്ചിട്ടുള്ളത്? നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ്. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, TR equal to TZ. 5th ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഗ്രാജുവലി അണ്ടർഗോ വിയർ ആൻഡ് ടിയർ, വിച്ച് മീൻസ് ഡിപ്രിസിയേഷൻ. അപ്പം ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിപ്രിസിയേഷൻ വരാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിപ്രിസിയേഷൻ കണക്കാക്കുന്ന ഏതാണ്? ക്യാപിറ്റൽ ഗുഡ്സ് അഥവാ മൂലധന വസ്തുക്കൾ. ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. റോഡ്, അതുപോലെ ബിൽഡിംഗ്, ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഡിപ്രീസിയേഷൻ സംഭവിച്ച് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഏതിനാണ്? ക്യാപിറ്റൽ ഗുഡ്സിനാണ്. 6th ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ആർ ഡിഫൈനഡ് അറ്റ്. സ്റ്റോക്ക് ഇത് ചിലപ്പോൾ 2 മാർക്ക് ചോദിക്കാറുണ്ട്. ഡിഫൈൻ സ്റ്റോക്ക് ഓർ ഡിഫൈൻ ഫ്ലോ. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ പ്രധാനമായിട്ടുള്ള 2 വേരിയബിൾസ് ആണ് അല്ലേ? സ്റ്റോക്കിനെ കുറിച്ചും ഫ്ലോനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്റ്റോക്സ് ആർ ഡിഫൈനഡ് അറ്റ് അല്ലേ?
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 2 ആൻസർ ഉണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 4 ഓപ്ഷൻ തന്നതിൽ 2 ആൻസർ കറക്റ്റാണ്. അതായത് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് ടൈം ആൻഡ് നോ സ്പെസിഫിക് ടൈം ലിമിറ്റ്. ഇതും 2 ഇതിന് ആൻസറാണ്. പക്ഷെ അവിടെ പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞ് സ്റ്റോക്കും ഫ്ലോയും പറഞ്ഞ് ഇത് പ്രധാനമായിട്ടും 2 വേരിയബിൾ ആണെന്ന് പറഞ്ഞു. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് അണ്ടർഗോസ് ചേഞ്ച് ഈസ് കാൾഡ് വേരിയബിൾ അല്ലേ. മാറ്റത്തിന് വിധേയമാകുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വേരിയബിൾസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള 2 വേരിയബിൾസ് ആണ് സ്റ്റോക്കും ഫ്ലോയും. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് കാൾഡ് സ്റ്റോക്ക് അല്ലേ. ഇത് മെഷർ ചെയ്യുന്നത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിലാണ്. എന്നാൽ മറ്റൊന്നും കൂടി നോക്കാണ്ട് എ സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ് അല്ലേ, നോ സ്പെസിഫിക് ടൈം ലിമിറ്റ്, ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ്. അപ്പം ആൻസർ ഏതാണ്, സിയും അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി ചിലപ്പോൾ ഈ എക്സാമിന് സ്റ്റോക്ക് ചോദിച്ചതുകൊണ്ട് അടുത്ത എക്സാമിന് ചിലപ്പോൾ എന്താണ് ഫ്ലോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇവിടെ നമ്മൾ സ്റ്റോക്ക് പറഞ്ഞത് എ പോയിന്റ് ഓഫ് ടൈം ആണ്, എന്നാൽ ഫ്ലോ ആണെങ്കിലോ എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ. ഇതിന് നമുക്ക് ഒരു പ്രത്യേക കാലതാമസം എടുക്കും. അപ്പോൾ നമ്മളതുകൊണ്ട് ചോദിക്കും, ചിലപ്പോൾ ഏതെങ്കിലും 4 അല്ലെങ്കിൽ 6 എക്സാമ്പിൾ തന്നിട്ട് അത് സ്റ്റോക്കും അതിൻ്റെ ഫ്ലോയും തരംതിരിക്കാൻ വേണ്ടി ചിലപ്പം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്താണ് സ്റ്റോക്കിന് കുറച്ച് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും നമുക്ക് അളക്കാൻ സാധിക്കുന്നത് ഏതായിരിക്കും, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഫ്ലോക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സ്റ്റോക്കിന് നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണ്, ഏതാണ്, സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡെപ്പോസിറ്റ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഫോറിൻ കറൻസി, ടോട്ടൽ ബൊറോവിങ്സ്, ക്യാപിറ്റൽ, ഇതൊക്കെ നമ്മൾ സ്റ്റോക്കിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഫ്ലോക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക അല്ലേ. അതിന് ഒരുപാട് എക്സാമ്പിൾ, നാഷണൽ ഇൻകം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എടുക്കും അല്ലേ. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കണക്കാക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വർഷം എടുക്കും. ക്യാപിറ്റൽ ഫോർമേഷൻ, ഫോറിൻ റെമിറ്റൻസ് ടു ദി കൺട്രി, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ബോറോവിങ് അല്ലേ, ഇതൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലോ എന്ന് പറയുന്നത്. Read the statement and find out the correct answer from the following. Statement 1. Consumption depends upon income. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇൻകത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻകത്തിനെ ആശ്രയിച്ചാണ് എന്ത് നിൽക്കുന്നത്, കൺസപ്ഷൻ നിൽക്കുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. കൺസപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം, അത് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നോർമലി വെൻ ഇൻകം ഇൻക്രീസസ് കൺസപ്ഷൻ ഡിക്രീസസ്. നോർമൽ കേസിൽ നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസപ്ഷൻ ആൾസോ ഡിക്രീസസ് എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ തെറ്റാണോ. ഇപ്പം ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക നോർമൽ കേസിൽ അല്ലേ. നമുക്കതിന് പ്രധാനമായിട്ട് കൺസപ്ഷനും ഇൻകം ബേസ് ചെയ്ത് നമുക്ക് പ്രധാനമായിട്ടും ഗുഡ്സിനെ 2 രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. ഒന്നാമത്തെ നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുക. ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ ഇതിവിടെ കറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോർമൽ കേസിലാണ് തന്നത്. അതായത് നമ്മൾ നോർമൽ ഗുഡ് വാങ്ങുകയാണെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസപ്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് വൺ കറക്റ്റും സെക്കൻഡ് ഏതാണ് ഫാൾസുമാണ്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്, ആൻസർ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്യൂമർ ആർ ടു മാക്സിമൈസ് ദിയർ സാറ്റിസ്ഫാക്ഷൻ, ലൈക്ക് വൈസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫേം അല്ലേ. ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് എന്താണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലേ, മാക്സിമൈസ് ഈസ് ഇൻ ദിയർ സാറ്റിസ്ഫാക്ഷൻ, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. ബട്ട് എ ഫേം ഓർ ഇൻഡസ്ട്രി ഓർ എന്താണ് ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അല്ലേ, ഒരു ഉൽപ്പാദകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു ഫേമിനെ സംബന്ധിച്ച് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യുക, മാക്സിമം പ്രോഫിറ്റാണ് അവരെ സംബന്ധിച്ചുണ്ടാവുക. മാക്സിമം പ്രോഫിറ്റ് അതായത് പരമാവധി ലാഭം. അപ്പോൾ നമ്മൾ സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മളെ ലക്ഷ്യം എന്തായിരിക്കും, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക. 9th ക്വസ്റ്റ്യൻ. അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിമാൻഡ് ഫോർ മണി. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ആണ്, അതായത് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി മറ്റും പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് കിട്ടുകയാണ് നമുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഡിമാൻഡ് ഫോർ മണി, നമ്മൾ കയ്യിൽ പണം സൂക്ഷിക്കാനുള്ള താല്പര്യം. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഫോർ മണി 3 ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ട്രാൻസാക്ഷണൽ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്. അവിടെയൊക്കെ നമ്മൾ കയ്യിൽ സ്വാഭാവികമായിട്ട് പണം കയ്യിൽ കൊണ്ട് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബാങ്കിൽ നിന്ന് നല്ല പലിശ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക, നമ്മൾ പണം കയ്യിൽ വെക്കാനുള്ള താല്പര്യം കുറയാണ് ചെയ്യുക. അതായത് ഡിമാൻഡ് ഫോർ മണി അല്ലേ. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും കയ്യിൽ ഇങ്ങനെ പണം കൊണ്ട് നടക്കുക അല്ലേ, മണി ഇങ്ങനെ കൊണ്ടെടുക്കാനുള്ള താല്പര്യത്തെയാണ് നമ്മൾ, ആ ഒരു ഇൻട്രസ്റ്റാണ് നമ്മൾ എന്ത് പറയുക, ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, പലിശ നിരക്ക് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കയ്യിൽ പണം വെക്കാതെ കയ്യിലുള്ള പണം ഫുള്ള് ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പണത്തിനോടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് കുറയാണ് ചെയ്യുക, അഥവാ ഡിഗ്രീസ് ചെയ്യുക. അറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിമാൻഡ് ഫോർ മണി ഡിഗ്രീസസ്. 10th question. Read the statement and find out the correct answer from the following. As a result of increasing input prices, cost of production increases. അതായത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ? സ്വാഭാവികമായിട്ടും ഇൻപുട്ടിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്നൊരു പെണ്ണ് 10 രൂപയ്ക്കാണ് ആ പെണ്ണ് അല്ലെങ്കിൽ എന്താണ് 10 രൂപയ്ക്ക് ആ പെണ്ണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. ഉൽപ്പാദകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് 10 രൂപ കിട്ടണം. അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ എന്താണ് ഇൻപുട്ടുകൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ ഒരു 5 രൂപ ചിലവാകുന്നുണ്ട്, അല്ലെങ്കിൽ 5 റുപ്പീസ് അയാൾക്ക് എന്താണ് കോസ്റ്റ് സംഭവിക്കേണ്ടത്. പിന്നെ എന്താണ് അവിടെ ലേബേഴ്സ്, പിന്നെ എന്താണ് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ളത് അല്ലെങ്കിൽ എന്താണ് റെൻറ്റ്, ഇതെല്ലാം കൂടി നോക്കി വരുമ്പോൾ ഏകദേശം ഒരു 9 രൂപ 10 രൂപയ്ക്കാണ് അയാൾ മാർക്കറ്റിലേക്ക് ഈ സാധനം എത്തിക്കുന്നത് അല്ലേ. അതായത് 10 രൂപയ്ക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ വാങ്ങുന്ന റോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടി അല്ലേ, പ്ലസ് 2 രൂപ അല്ലേ, 2 രൂപയായിട്ട് അല്ലെങ്കിൽ എന്താണ് 2 റുപ്പീസ് ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ റേറ്റ് 7 രൂപയായി കഴിഞ്ഞു. അപ്പോൾ ഈ 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ലാഭം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടി കഴിഞ്ഞു അല്ലേ. എന്താണ് ഇവിടെ 10 രൂപയ്ക്ക് എത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും 12 രൂപയ്ക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വിൽക്കേണ്ടതായിട്ട് വരും. എന്താണ് ആസ് എ റിസൾട്ട് ഇൻക്രീസിങ് ഇൻപുട്ട് പ്രൈസ്, റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. ആൻഡ് ഡ്യൂ ടു ദ ടെക്നിക്കൽ പ്രോഗ്രസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിഗ്രീസസ്. അതായത് ടെക്നോളജി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ, പുതിയ ടെക്നോളജി ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയിൽ ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെന്താണ് ആ സമയത്ത് ലേബേഴ്സിന് പകരമായിട്ട് നമ്മളൊരു പുതിയ ടെക്നോളജി കൊണ്ടുവരാണ്. അപ്പം പുതിയൊരു എന്താണ് മെഷീൻ കൊണ്ടുവരുന്ന സമയത്ത് അപ്പം അത്രയും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ഒരു വേജ് നമുക്ക് എന്താണ് ലാഭമായിട്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ടെക്നോളജി വന്നില്ല, ടെക്നോളജി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഉൽപ്പാദനം സംബന്ധിച്ച് എന്താണ് കോസ്റ്റ് കുറയാണ് ചെയ്യുക. അത്രയും തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പണം അയാൾക്ക് ലാഭമായിട്ട് കിട്ടും. ഡ്യൂ ടു ദ ടെക്നിക്കൽ പ്രോഗ്രസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിഗ്രീസസ്. അപ്പോൾ ഇത് രണ്ടും ആൻസർ കറക്റ്റാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ് തന്നിരിക്കുന്നതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ആൻസറൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടി ചേർത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻസർ ഇനി 4 questions ഫ്രം 11 to 15 ഈച്ച് carries 2 scores. 11th question, വാട്ട് യു മീൻ ബൈ സ്പ്രെഡ്? സ്പ്രെഡ് മീൻസ് ഓർ ഡിസ്പേർഷൻ. ഇതൊരു ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം എന്താണ്, ചില ക്വസ്റ്റ്യൻസ് എന്തുമായി ബേസ് ചെയ്തിട്ടാണ്, എക്കണോമിക്സ് ആണോ മണി ആണോ ഇങ്ങനത്തെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പൊതുവെ എക്സാമിന് വരാറില്ല. 12th question, QS equal to 6P plus 18 and QD equal to 128 minus 5P. A. Find equilibrium price and B. Find equilibrium quantity. ഇതൊരു പ്രോബ്ലമാണ്. എക്സാമിന് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആവർത്തി ചോദിക്കാറുണ്ട്. പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ്, നമ്മളെന്താണ് ഈ പ്രോബ്ലം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് കിട്ടുള്ളൂ. ഫൈൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ അല്ലെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ എന്നാണ്. അപ്പം ഇതൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് വരച്ച് കഴിഞ്ഞു, അതുപോലെ തന്നെ സപ്ലൈ കർവും വരച്ച് കഴിഞ്ഞു. SS എന്ന സപ്ലൈ കർവും DD എന്ന ഡിമാൻഡ് കർവും ഇവ തമ്മിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും അല്ലെ. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആയിരിക്കും, ഡിമാൻഡ് സപ്ലൈയും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താണ് ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസും കണ്ടെത്തണം, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടെത്തണം. ഈ ഒരു പ്രോബ്ലം ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞുള്ളത്, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് DD ഈക്വൽ ടു SS, ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആണ്. അപ്പോൾ ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ഇത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിമാൻഡ് ഇവിടെ എന്താണെന്നത് QD ഈക്വൽ ടു QS, QD ഈക്വൽ ടു QS. ഡിമാൻഡ് QD എന്നും സപ്ലൈ QS എന്നുമാണ് തന്നിട്ടുള്ളത്.
ക്യൂ ഡി ഈക്വൽ ടു ക്യു എസ്. ക്യൂ ഡി എത്രയാണ് തന്നിട്ടുള്ളത്? ക്യൂ ഡി ഈക്വൽ ടു 128 മൈനസ് 5p ആൻഡ് ക്യു എസ് ഈക്വൽ ടു 6p പ്ലസ് 18. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്തണം. അപ്പം ഇക്വിലിബ്രിയത്തിൽ എന്താണ്? ക്യൂ ഡി ഈക്വൽ ടു ക്യു എസ് ആയിരിക്കും. ക്യൂ ഡി എന്താണ്? 128 മൈനസ് 5p ഈക്വൽ ടു ക്യു എസ് എന്താണ്? 6p പ്ലസ് 18. ദെർഫോർ ഇനി നമ്മൾ എന്താണ്? ഇവിടെ 128 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. ഈ സംഖ്യനെ രണ്ടും നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സംഖ്യ എവിടെ നോക്കുക, അവിടേക്ക് എന്ത് ചെയ്യുക? ചെറിയ സംഖ്യനെ കൊണ്ടുവരാം. അപ്പം 128. അപ്പം ഇവിടെ എന്താണ്? പ്ലസ് 18 എന്നാണ്. അപ്പോൾ പ്ലസ് 18 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 18 ആയി മാറും. മൈനസ് 18 ഈക്വൽ ടു ഇനി പീനെ രണ്ടിന് നമ്മളൊരു ഭാഗത്ത് കൊണ്ടുപോകണം. ഇവിടെ ഓൾറെഡി ഇവിടെ 6p ഇവിടെ ഉണ്ട്. 6p ഇനി എന്താണ്? 5p നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരണം. ഇവിടെ മൈനസ് 5p എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? പ്ലസ് 5p എന്നായി മാറും. 128 മൈനസ് 18 110 ഈക്വൽ ടു 6p പ്ലസ് 5p 11p. പിന്നെ നമുക്ക് എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസാണ് കിട്ടുന്നത്. പ്രൈസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 11 നമ്മൾ വീണ്ടും ഇപ്പുറത്ത് തന്നെ കൊണ്ടുവരണം. 110 ഡിവൈഡഡ് ബൈ ഇവിടെ ഇൻറ്റു എന്നുള്ള വരുമ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് വരിക. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു p. ദെർഫോർ p ഈക്വൽ ടു അല്ലേ 110 ഡിവൈഡഡ് ബൈ 11 എന്ത് വരും? 10 വരും. അപ്പോൾ നമുക്ക് എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്തണം. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആദ്യം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ക്യൂ ഡി കണ്ടെത്തണം. ക്യൂ ഡി ഈക്വൽ ടു എന്താണ്? 128 മൈനസ് 5p എന്നാണ് പറഞ്ഞത്. അപ്പം 128 മൈനസ് 5p 5 ഇൻറ്റു p എത്ര നമുക്ക് കിട്ടിയുള്ളത്? 10. 5 ഇൻറ്റു 10 128 മൈനസ് 50 ദെർഫോർ 78. ക്യൂ ഡി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഡി ഈക്വൽ ടു 78 എന്ന് കിട്ടി. ഇനി ക്യു എസ് കണ്ടെത്തണം. ഇതുപോലെ തന്നെ ക്യു എസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ക്യു എസ് 6p പ്ലസ് 18 6 ഇൻറ്റു p എത്ര നമുക്ക് കിട്ടിയില്ല? 10 പ്ലസ് 18 6 ഇൻറ്റു 10 60 പ്ലസ് 18 ദെർഫോർ ക്യു എസ് ഈക്വൽ ടു 78. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ക്യൂ ഡി ഈക്വൽ ടു 78 കിട്ടി, ക്യു എസ് ഈക്വൽ ടു 78 കിട്ടി. അപ്പോൾ എന്താണ്? ഇവിടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇത് രണ്ടും എന്താണ്? രണ്ടും തുല്യമാണ്. ഡിമാൻഡും സപ്ലൈയും തുല്യമാണ്. അതുകൊണ്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. 13th ക്വസ്റ്റ്യൻ. റൈറ്റ് ഇനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എക്സാമിന് ആവർത്തി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. 4 മാർക്കിനും 5 മാർക്കിനും ചിലപ്പോൾ ചോദ്യം ആവർത്തി ചോദിക്കാറുണ്ട്. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗത വക്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ. ഇവിടെ നമ്മളോട് 2 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 2 ഫീച്ചേഴ്സ് മാത്രമേ എഴുതാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് വരയ്ക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ്? ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ. ഇതാണ് ഒരു ഇൻഡിഫറൻസ് കർവ്, IC എന്ന ഒരു ഇൻഡിഫറൻസ് കർവ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതാണെന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും അല്ലേ? ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ്. അപ്പം ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പം ഫസ്റ്റത്തെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, സെക്കൻഡ് പ്രോപ്പർട്ടി അല്ലേ? ഇറ്റ്സ് എ കോൺവെക്സ് ഷേപ്പ് അല്ലേ? ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു കർവിൻ്റെ ആകൃതിയിൽ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കോൺവെക്സ് ഷേപ്പ്. അത് 2 മാർക്കിന് ചോദ്യമായതുകൊണ്ട് നമുക്ക് ഈ 2 പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി. ഇനി 3 മാർക്കിന് ചോദ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രോപ്പർട്ടീസും കൂടി നമ്മൾ എഴുതാനായിട്ട് വരും. പ്രധാനമായിട്ടും നമ്മൾ 4 പ്രോപ്പർട്ടീസ് ഇതിന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ 2 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനിയുള്ള പ്രോപ്പർട്ടീസ് എഴുതുമ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിഫറൻസ് മാപ്പാണ് അല്ലേ? IC1 IC2 IC3 അതായത് ഒരു ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകൾ കൂടി ചേർന്നതാണ് ഒരു ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും പരസ്പരം ടച്ച് ചെയ്യുകയില്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് താഴ്ന്ന് മുകളിലേക്ക് തന്നെ പോവുകയാണ്. IC1 IC2 IC3 ആണ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്താണ്? അപ്പം ഒന്നാമത്തെ അപേക്ഷിച്ചും രണ്ടാമത്തിലും ഒന്നുകൂടി സാച്ചുറേഷൻ കൂടുതലായിരിക്കും.
രണ്ടിനെ അപേക്ഷിച്ച് നമ്മൾ മൂന്നാമത്തെ ഒന്നുകൂടി സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് higher level of satisfaction. Higher level of satisfaction. നമ്മളൊരു ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ഇൻഡിഫറൻസ് കർവ്, വാട്ട് യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണെന്ന് കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ ഒരു കടയിൽ പോയിട്ട് അയാൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് ബണ്ടിലുകൾ വാങ്ങുകയാണെങ്കിൽ അവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കർവ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാറുണ്ട്. ഇൻഡിഫറൻസ് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2, ഈക്വൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഓർ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് ഗുഡ്സിൻ്റെ രണ്ട് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബണ്ടിൽസ് അവർ എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ബണ്ടിലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കർവ് വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. അതായത് ഇൻഡിഫറൻസ് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. 40th question. ലിസ്റ്റ് ഔട്ട് ദി 4 മേജർ സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ഒരു എക്കോണമിയുടെ മേജർ സെക്ടേഴ്സ്, അപ്പം എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള മേഖലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദർ ആർ 4 സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും 4 സെക്ടേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും 4 സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഫസ്റ്റ് ഹൗസ് ഹോൾഡ്. സെക്കൻഡ് ഫേം. തേർഡ് ഗവൺമെൻറ്. ആൻഡ് ഫോർത്ത് എക്സ്റ്റേണൽ സെക്ടർ. ഇതിലാണ് നമ്മൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എക്സ്റ്റേണൽ സെക്ടർ അവിടെ നമ്മൾ പ്രധാനമായിട്ടും രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം 2 മാർക്കിന് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. ഇനി 4 മാർക്കിന് ക്വസ്റ്റൻ ആണെങ്കിൽ ഇവ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റത്തെ ഹൗസ് ഹോൾഡ് സെക്ടർ. ഹൗസ് ഹോൾഡ് എന്ന് പറയാൻ നമുക്കറിയാവുന്ന കാര്യം, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ കൂടി ചേർന്നതാണ് നമ്മൾ എന്ത് പറയുക, കുടുംബം എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹൂസ് കൺസെപ്ഷൻ ഡിസിഷൻ ആർ ടേക്കൺ ജോയിൻ്റ്ലി. ഇവർ തീരുമാനമെടുക്കുന്നതും സാധനങ്ങൾ വാങ്ങുകയും ഒന്നിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടുള്ളത് ഇതിനാണ് നമ്മളെന്ത് ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ മേജർ കോമ്പണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ആൻ എക്കോണമി ഈസ് ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ ഡിമാൻഡ്. പ്രധാനമായിട്ടും ഒരു രാജ്യത്തിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കുടുംബങ്ങളുടെ ഉപഭോഗമാണ്, അല്ലെങ്കിൽ അവർ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നതാണ്. ഹൗസ് ഹോൾഡ് ഏൺ ഇൻകം. കുടുംബങ്ങൾ എന്താണ്, പണം ഉണ്ടാക്കും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കും. പേ ടാക്സസ്. ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കും, നികുതി അടക്കും. സേവ് ആൻഡ് സ്പെൻഡ് മണി ഓൺ കൺസപ്ഷൻ. ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പണം ഉപയോഗിക്കുകയും ബാക്കി എന്താണ്, പണം സേവ് ചെയ്യുകയും ചെയ്യും. ഹൗസ് ഹോൾഡ് റിസീവ്സ് ഇൻകം ആസ് എ വേജ് ഓർ സാലറീസ്. കുടുംബങ്ങൾ പണം സമ്പാദിക്കുന്നത് ഒന്നുകിൽ കൂലിയായിട്ടോ അല്ലെങ്കിൽ മാസ വരുമാനം സാലറി ആയിട്ടാണ് അവർ വരുമാനം ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ ഫേം സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റർപ്രണേഴ്സ് ഓർ ഫേംസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർപ്രണർ ഓർ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫേം കാറ്റലിസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ഫേം ആണ് എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുക, അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദേ ജനറേറ്റ് വെൽത്ത്. അവർ സമ്പത്ത് ഉണ്ടാക്കുന്നു. ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പേ ടാക്സസ് ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുന്നു. ഈ നികുതി പണം ഉപയോഗിച്ചാണ് ഗവൺമെൻറ് ഒരുപാട് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ആൻഡ് ദെയർ ബൈ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഇവർ കൈക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഫേം എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ്. മൂന്നാമത്തെ ഗവൺമെൻറ്. ഗവൺമെൻറ് ഇത് ദ അതർ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് ആൻ എക്കോണമി. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ദ എക്കണോമിക് ആക്ടിവിറ്റി. ഇത് സ്റ്റേറ്റ് രാഷ്ട്രം നേരിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നില്ല. ബട്ട് പ്ലേസ് എ റെഗുലേറ്ററി റോൾ. എന്നാലും ഒരു നിയന്ത്രാത്മകമായിട്ടുള്ള ഒരു രാജ്യം അവർ നിയന്ത്രിക്കും. എങ്ങനെയാണ്? ദി ഗവൺമെൻറ് മേക്സ് ലോസ് ആൻഡ് എൻഫോഴ്സസ് ദം. ഗവൺമെൻറ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻ്റ് റോൾ സ്റ്റേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതുപോലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി പീപ്പിളിൻ്റെ വെൽഫെയറിന് വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുക. അപ്പം മൂന്നാമത്തെ ഗവൺമെൻറ് സെക്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ എക്സ്റ്റേണൽ സെക്ടർ.
ഇൻ ഓൾ മോഡേൺ എക്കണോമീസ് ആർ ഓപ്പൺ എക്കോണമീസ്. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് എൻ എക്കോണമി, ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി. എന്താണ് ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ? ആൻ എക്കോണമി വിച്ച് ഹാസ് എക്കണോമിക് റിലേഷൻ വിത്ത് അതർ കൺട്രീസ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധം ഉണ്ടായിരിക്കും അല്ലേ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എ ക്ലോസ്ഡ് എക്കോണമി ഇസ് എൻ എക്കോണമി വിച്ച് ഹാസ് നോ എക്കണോമിക് റിലേഷൻ വിത്ത് അതർ കൺട്രീസ് ഓഫ് ദി വേൾഡ്. ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയും. ഓപ്പൺ എക്കോണമീസ് റിലേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ദ എൻഗേജ് ട്രേഡ് അല്ലെ, അവർ കച്ചവടം ചെയ്യുന്നു. ദർ ഫോർ ദ എക്സ്റ്റേണൽ സെക്ടർ ഈസ് ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് എൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള നാലാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സെക്ടറാണ്. 2 മാർക്കിന് ക്വസ്റ്റൻ ആണെങ്കിൽ ഈ പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. എന്നാൽ 4 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ പബ്ലിക്കിനെ ആവർത്തിക്കാറുണ്ട്. 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓരോന്നും നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. മൈക്രോ എക്കണോമിക്സിനെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. ഒരു സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ട് ഒരു എക്കോണമിയുടെ പ്രധാനമായിട്ടുള്ള 4 മേഖലകൾ, അതായത് 4 സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി. 50th question. What is price line? Draw a simple price line. What is a price line? Price line അല്ലെങ്കിൽ വിലരേഖ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ലൈൻ ഷോസ് ദി റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അല്ലേ, അതായത് വിലയും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിനാണ് നമ്മൾ പ്രൈസ് ലൈൻ അഥവാ വിലരേഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ് എനി നമ്പർ ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി സോൾഡ് അല്ലേ, വിലയിൽ മാറ്റം സംഭവിക്കില്ല. പ്രൈസ് ഒരു ഫിക്സ്ഡ് ആയിരിക്കും. എന്നാൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ സെയിൽ ചെയ്യാനും വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രൈസ് ലൈൻ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോസ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. വിലയും അതുപോലെ ഔട്ട്പുട്ട് ഉൽപ്പന്നം തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിനാണ് നമ്മൾ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു പ്രൈസ് ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ 0, ഇവിടെ 5, 10. ഇപ്പം ഒരു ഫാക്ടറി, ഒരു ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, അവർ ഒരു പ്രൊഡക്റ്റിന് 5 രൂപയാണ് ഈടാക്കുന്നത്. ഈ യൂണിറ്റ് എത്രയും വർദ്ധിപ്പിക്കണം അല്ലേ, അതായത് അവരുടെ ഔട്ട്പുട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5 ആണ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമോ ഇല്ല, പ്രൈസ് സെയിം പ്രൈസ് ആയിരിക്കും അല്ലേ, പ്രൈസ് ഇങ്ങനെ സെയിം ലെവലായിരിക്കും ഇങ്ങനെ പോവുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ആൻസർ എനി 4 questions from 16 to 20. Each carries 3 score. 16th question. A and B. Define GDP. എന്താണ് GDP എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Write any 2 limitations of GDP while using it as an index of welfare of a country. ഒരു രാജ്യത്തിന് ക്ഷേമ സൂചകമാണ്, അതിൽ വെൽഫെയറിൻ്റെ ഒരു മെഷർ ചെയ്യാനുള്ള ഒരിതായിട്ട് നമ്മൾ GDP കണക്കാക്കും. എന്നാൽ എല്ലായ്പ്പോഴും ഇത് വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇതിന് ഒരുപാട് പോരായ്മകൾ സംഭവിക്കും, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതും ഏതാണെന്ന് പ്രധാനമായിട്ടും 2 ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത് നമ്മൾ GDP എന്താ മനസ്സിലാക്കണം. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന മൂല്യം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അതായത് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ എ ഇയർ. ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ, അവരുടെ പണത്തിന് മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തെ നമ്മൾ GDP എന്ന് പറയുന്നത്. ടോട്ടൽ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ ഇയർ. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, GDP എന്ന് പറയുന്നത്. ഇപ്പോൾ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മൾ GNP കണക്കാക്കും. GNPയിലാണ് എന്തുള്ളത്, നമ്മൾ ഫോറിനായിട്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൊക്കെ നമ്മൾ GNPയിലാണ് ഉൾപ്പെടുത്തുക. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. എന്നാൽ GDPയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള സാധനങ്ങളും സേവനങ്ങളും മൂല്യമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതിൽ അടുത്ത ക്വസ്റ്റൻ എന്താ ചോദിച്ചത്, ലിമിറ്റേഷൻസ് ഓഫ് GDP അല്ലേ, വെൽഫെയർ ഓഫ് എ കൺട്രി. അപ്പം ഒരു രാജ്യത്തിൻ്റെ GDP നമ്മൾ കണക്കാക്കുമ്പോൾ പലപ്പോഴും അവിടെ വെൽഫെയർ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. അതിൽ പ്രധാനമായിട്ടുള്ള 2-3 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ GDP ആൻഡ് വെൽഫെയർ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലേ, വരുമാന വിതരണത്തിൽ അസമത്വം എന്ന് പറയും. GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്, അതായത് GDPയും ധനേതര ഇടപാടുകളും. GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്, GDPയും ഹാനികരമായ വസ്തുക്കളും. GDP ആൻഡ് എക്സ്റ്റേണലിറ്റീസ്, GDPയും ആകസ്മികങ്ങളും. ഇത് 4 മാർക്കിനോ 5 മാർക്കിനോ പബ്ലിക്കിന് ചോദ്യം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവ ഓരോന്ന് വിശദീകരിച്ച് ചെയ്തിട്ടുണ്ടായിട്ട് വരും. ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ
അലോങ് വിത്ത് ദി ഇൻക്രീസ് ഇൻ GDP ഇൻ ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം മേ ഒക്കർ അല്ലേ. അതായത് GDP വർദ്ധിച്ചെന്ന് വെച്ചിട്ട് എല്ലായ്പ്പോഴും എന്താണ് അത് അവിടുത്തെ ജനങ്ങളുടെ ഇൻകം വർദ്ധിക്കണമെന്നില്ല. അതിൽ പ്രധാനമായിട്ട് കാരണം പറഞ്ഞത് ഇഫ് ദ മെജോറിറ്റി ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി ഇൻക്രീസ് ഇൻ ഇൻകം. ചില വ്യക്തികളുടെ വരുമാനം വർദ്ധിച്ചാലും മെജോറിറ്റി അവിടെ ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. ദ GDP വിൽ ഇൻക്രീസ് ഇഫ് ദ ഇൻകം മൈനോറിറ്റി ഇൻക്രീസസ്. ചില വ്യക്തികൾ വരുമാനം വർദ്ധിച്ചാൽ പോലും അവിടെ നിന്നാണ് GDP വർദ്ധിച്ചതുപോലെ തോന്നാം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അവിടെ അദാനി അംബാനി വലിയ വലിയ കോർപ്പറേറ്റുകളുണ്ട് അല്ലേ. അവരുടെ ട്രേഡൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ GDP രാജ്യത്തിന് ഇൻകം വർദ്ധിക്കുന്ന പോലെ തോന്നാൻ സാധിക്കും. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പട്ടിണി ദാരിദ്ര്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ഈവൻ പോസിബിൾ ദാറ്റ് എ മൈനോറിറ്റി മേ ബിക്കം റിച്ചർ വൈ ദ മെജോറിറ്റി ബിക്കംസ് പോർ അല്ലേ. വളരെ ഒരു ന്യൂനപക്ഷം മാത്രമേ അവിടെ എന്താണ് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുള്ളൂ. എന്നാൽ മെജോറിറ്റി ആളുകളുടെയും ഇൻകം എന്താണ് ഡിഗ്രീസ് ആയില്ല എന്നാണ്, അവിടെ ലോ ലെവലാണ്. ഒരിക്കലും എന്താണ് അവർ റിച്ച് അല്ല, അവർ വളരെ പുവറായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇനി GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് രണ്ടാമത്തെ ഫീച്ചറാണ് നമുക്ക് പറയാൻ പോകുന്നത്. മെനി ഓഫ് ദ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ GDP. ഫോർ എക്സാമ്പിൾ ദ സർവീസ് റെൻഡേഡ് ഹൗസ് വൈഫ് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ GDP. രാജ്യത്ത് എല്ലാവർക്കും തൊഴിലുണ്ടായെന്ന് വെച്ചിട്ട് എന്താണ് അവിടെ രാജ്യത്തിന് GDP അല്ലെങ്കിൽ വെൽഫെയർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്, സ്ത്രീകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് ഇൻകം ഇല്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്, അവർക്ക് അവരുടെ തൊഴിലുണ്ട്. ഇനി മൂന്നാമത് GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്. ഹാംഫുൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ടുബാക്കോ. വൈൽ കാൽക്കുലേറ്റ് GDP ആൾ ഗുഡ്സ് സർവീസ് ആർ കൺസിഡേർഡ്. എല്ലാ രാജ്യത്തിൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ GDP നമ്മൾ പരിഗണിക്കും. വിത്ത് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ യൂസ്ഫുൾ ഓർ ഹാംഫുൾ. അത് അവർക്ക് ഗുണമാണോ ദോഷമാണോ എന്നും നമ്മൾ നോക്കാറില്ല. ടു ദ പീപ്പിൾ നോട്ട് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഓഫ് സിഗരറ്റ് ആൻഡ് ആൽക്കഹോൾ. ഈ ആൽക്കഹോളും അതുപോലെ സിഗരറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നല്ല ടാക്സ് കിട്ടുകയാണ് അല്ലേ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത് ഈ ഘടകങ്ങളിൽ നിന്നാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇവ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇൻകം ഇൻക്രീസ് ചെയ്യുക, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വെൽഫെയർ ഇല്ലാതാണ്, അവരുടെ ക്ഷേമം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവർ കിട്ടുന്ന വരുമാനത്തിൽ നല്ലൊരു ശതമാനവും ഇവ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. പിന്നെ അതിനെ നാലാമത്തെ GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണാലിറ്റീസ് മേ ബി ബെനിഫിഷ്യൽ ഓർ ഹാംഫുൾ. അത് ഗുണവുമാവും ചിലപ്പോൾ ദോഷവുമാവും. ഇഫ് എ ഗുഡ് റോഡ് കൺസ്ട്രക്റ്റഡ് ത്രൂ ആൻ ഏരിയ വിച്ച് ഫോർമലി ഹാഡ് നോ ഗുഡ് റോഡ്, ദ വാല്യൂ ഓഫ് എ ലാൻഡ് എയ്തർ സൈഡ് ഓഫ് എ റോഡ് ഗോസ് അപ്പ്. ദിസ് ദ ബെനിഫിഷ്യൽ എക്സ്റ്റേണാലിറ്റി. ഒരു ഗ്രാമത്തേക്ക് റോഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. അതിനടുത്തുള്ള സ്ഥലങ്ങളുടെയൊക്കെ റേറ്റ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരു ഒരു ബെനിഫിഷ്യലാണ്, അതിൽ ബെനിഫിഷ്യൽ എക്സ്റ്റേണാലിറ്റി, അതിനോട് ഗുണമാണുള്ളത്. എന്നാൽ അതുപോലെ ദോഷമുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും ഫാക്ടറികളും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നതോടുകൂടി അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് GDP ആൻഡ് വെൽഫെയറിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിന് 4 മാർക്കിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കും. 70th ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ലൈൻ A ആൻഡ് B. ഇത് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ഡിഫൈൻ ഇറ്റ്. ഇവ രണ്ടും ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിക്ചറിൽ തന്നത് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും എയും ബി എന്താണ് നമ്മളോട് ഇതാണ് പറഞ്ഞത്. ഐഡൻറ്റിഫൈ ലൈൻ A ആൻഡ് B. അപ്പം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TFC ആണ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, TVC ആണ്. അപ്പം ഒന്നാമത്തെ നമുക്ക് കിട്ടി ഐഡൻറ്റിഫൈ ദ ലൈൻ A ആൻഡ് B. അപ്പോൾ എയും ബിയും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഡിഫൈൻ ഇറ്റ്. ഇത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. TFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, നോ ചേഞ്ച് ആണ് പറഞ്ഞത്. ദ ടോട്ടൽ കോസ്റ്റ് incurred by the producer for the purchase of fixed input is called total fixed cost. In the short run, fixed cost are the cost which are do not change. ഷോർട്ട് റണ്ണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് 0 ആയിരുന്ന സമയത്ത് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആളെ സംബന്ധിച്ച് അവിടെ ഒരു കമ്പനി പുതിയതായിട്ട് തുടങ്ങി, എന്നാൽ അവർക്ക് ചിലവുണ്ട്. കാരണം ഇലക്ട്രിസിറ്റിക്ക് റെൻ്റൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെ കോസ്റ്റ് ഉണ്ട്. എന്നാൽ ഇത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, ഇവിടെ നിന്നിട്ട് പോകും തോറും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. എന്നാൽ ആ ഇലക്ട്രിസിറ്റിൻ്റെ റേറ്റ് കൂടുകയോ അല്ലെങ്കിൽ ആ റെൻറ്റ് കൂടുകയൊന്നും ചെയ്യില്ല. അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആണ്. അപ്പോൾ നോ ചേഞ്ച്. ഇത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ഇല്ലാത്തതിനാണ് നമ്മൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഫിക്സഡ് ആണ്. എന്നാൽ TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഔട്ട്പുട്ട് 0 ആയിരുന്ന സമയത്ത് 0 ആയിരിക്കും. എന്നാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ പറയുക TVC അഥവാ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഇവിടെ നിന്നാണ് TFCൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് ടോട്ടൽ കോസ്റ്റ് പോവുക. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇങ്ങനത്തെ രീതിയിലായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ
തന്നിട്ടുള്ള എയും ബിയും എന്താണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TFCയും ബി TVCയുമാണ്. ഇനി 18th ക്വസ്റ്റിന് മാച്ച് ദ ഫോളോവിങ്. വെൽത്ത് ഓഫ് നാഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്, നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, ആഡം സ്മിത്ത് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് വെൽത്ത് ഓഫ് നാഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ആഡം സ്മിത്ത്. വെൽത്ത് ഓഫ് നാഷൻ ആഡം സ്മിത്ത്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് സെക്കൻഡ് എന്നാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ. നാച്ചുറൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ലയണൽ റോബിൻസ്. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്കണോമിക്സിനെ കുറിച്ചും ഇവരുടെ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വെൽത്ത് ഓഫ് നാഷൻ ആരതാണ്? ആഡം സ്മിത്തിനാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ. നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ലയണൽ റോബിൻസ്. നമ്മൾ ഏകദേശം 18 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് ബാക്കി ഭാഗം നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്നതാണ്.